ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി കാജയാണ്. ചിലയിടത്ത് കാജ എന്നും പറയും, മടക്ക് എന്ന് പറയും, ഇങ്ങനെ കുറേ പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ നമ്മൾ പറയുന്നത് കാജ എന്നാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂണ് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ വെള്ളം എടുക്കുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിൽ ഈ എടുത്ത അളവിൻ്റെ പകുതി, അതായത് ഒരു കപ്പിൻ്റെ പകുതിയാണ് വെള്ളം എടുക്കുന്നുള്ളത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ചേർത്തെടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫുഡ് കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് നല്ലോണം ഒന്ന് ടൈറ്റോട് കൂടി തന്നെ വേണം കുഴച്ചെടുക്കണം. ഈ കാണുന്ന രീതിക്കാവണം നമുക്ക് കുഴച്ചെടുക്കുന്ന മാവ്. ഇനി ഇതൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് എടുത്ത് ഇതൊന്ന് 5 ഉരുളകളാക്കി മാറ്റുന്നുണ്ട്. അതായത് 5 ബോൾസാക്കി മാറ്റുന്നുണ്ട്. ഇനി ഇതൊന്ന് 5 ബോൾസാക്കി എടുക്കാം. 5 ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ പരത്തണം. അതിനായി ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്. ഇനി നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് കൗണ്ടർ ടോപ്പിലിട്ട് തന്നെ ഇങ്ങനെ വിതറിയെടുക്കാം. എന്നിട്ട് ഈ ആക്കിയിട്ടുള്ള ബോൾസ് ഒന്ന് ഇങ്ങനെ പരത്തിയെടുക്കാം. ഞാൻ ഇതുപോലെ 5ഉം ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പരത്തിയെടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുള്ള ഓരോന്നും ഇങ്ങനെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇങ്ങനെ നെയ്യ് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇങ്ങനെ വിതറിയെടുക്കുക. എന്നിട്ട് അടുത്തതും ഇങ്ങനെ പരത്തി വെച്ച ഇതുപോലെ 5 എണ്ണവും ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഇതിനെ ഒന്ന് നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കണം. നല്ലോണം 5ഉം ഒന്ന് ഒട്ടിപ്പിടിക്കും വരെ പരത്തിയെടുക്കണം. നല്ലോണം പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി വീണ്ടും ഇതിലേക്ക് നെയ്യ് ചേച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അരിപ്പൊടി വിതറി കൊടുക്കാം. കണ്ടില്ലേ, എന്നിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. നമുക്ക് പോലെ മടക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ സൈഡ് വന്നിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സൈഡിലത്തെ ഒന്ന് ഒഴിവാക്കി ബാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം നല്ല നീളത്തിൽ. ഇനി ഓയിലൊന്ന് ചൂടാവാൻ വെക്കാം. അപ്പോൾ ഇവിടെ ഓയിൽ ചൂടാവുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ലോണം ഒന്ന് ചൂടാവേണ്ടതില്ല. ഒന്ന് പൊങ്ങി വരുന്ന ഇതുപോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊങ്ങി വരാനുള്ള ഒരു ചൂടേ നമുക്ക് ഇതിലേക്ക് ആവണ്ടുള്ളൂ. ഇതുപോലെ പൊങ്ങി വരണം. എന്നിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചും ഒന്ന് ക്രിസ്പി ആവും വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് കളറ് മാറി വരും. അപ്പോഴത്തേക്കും നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഷുഗർ സിറപ്പ് ഒന്ന് ചെയ്തെടുക്കണം. അതിനായി ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഈ സിറപ്പ് ഒന്ന് ഒരു നൂൽ പരിവാവുന്നത് വരെ ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് ഷുഗറിലിട്ടെടുക്കാം. അതിനു മുമ്പ് ഞാനിതിവിടെ ക്രിസ്പിനെസ് ഒന്ന് കാണിച്ചു തരാം. അതാ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഇങ്ങനെ സിറപ്പിൽ മുക്കി എല്ലാം ഒന്ന് എടുക്കാം. ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ എല്ലാം ഒന്ന് സിറപ്പിൽ മുക്കിയെടുത്തിട്ട് ഇതുപോലെ ആയിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ടുള്ള കാച്ച നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഇത് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങേണ്ടതില്ല. ഇതാ കണ്ടില്ലേ, ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കാച്ച നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.